എഴുത്തിന് എപ്പോഴും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി. പിന്നെ അല്ല, അതുകൊണ്ട് തന്നെ പല സാഹിത്യ കൃതികളും പുസ്തകങ്ങളും കഥകളും ഒക്കെ നമുക്ക് സിനിമയായി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. വായനയിലൂടെ മനസ്സിൽ കാണുന്ന വിഷ്വലുകൾ നമുക്ക് നേരെ മുന്നിൽ സ്ക്രീനിൽ കാണാം. അങ്ങനെ മലയാളത്തിൽ സിനിമയായി മാറിയ നോവലുകൾ, കഥകൾ, ചെറുകഥകൾ, സാഹിത്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, ഈ സിനിമകൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ഒത്തിരി അറിവും വിവരവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് വായന. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സമയമില്ലാത്തത് കൊണ്ടും കുത്തിയിരുന്ന് വായിക്കാനുള്ള മടി കൊണ്ടും ഒക്കെ ഇപ്പോ മലയാളികൾക്കിടയിൽ പൊതുവെ വായനാശീലം വളരെ കുറവാണ്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഓഡിയോ ബുക്സ്. പറഞ്ഞു വരുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കുക്കു എഫ്എമ്മിനെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന പല പുസ്തകങ്ങളും, കൂടാതെ ജയറാമേട്ടന്റെയും ഇന്നസെന്റിന്റെയും ഒക്കെ പുസ്തകങ്ങൾ, പൗലോ കൊയ്ലോ, ഷേക്സ്പിയർ, MT, M. മുകുന്ദൻ എന്നിങ്ങനെ ലോക പ്രശസ്തരായ ഒത്തിരി എഴുത്തുകാരുടെ പുസ്തകങ്ങൾ, ഇവയൊക്കെ കുക്കു എഫ്എമ്മിലൂടെ നിങ്ങൾക്ക് കഥയായി കേൾക്കാം. നമ്മുടെ നെടുമുടി വേണുചേട്ടനും KPS ലളിത ചേച്ചിയും സിദ്ദിഖിക്കയും ഒക്കെ ആയിരിക്കും ഈ കഥകള് നമുക്ക് പറഞ്ഞു തരിക അവരുടെ ശബ്ദത്തിൽ. ഇപ്പൊ ഇത് പറയാൻ കാരണം, കുക്കു എഫ്എമ്മില് ഇക്കഴിഞ്ഞ 22-ാം തീയതി, ജനുവരി 22-ാം തീയതി മുതൽ ഈ മാസം 31 വരെ നടക്കുന്ന റിപ്പബ്ലിക് ഡേ സെയിൽ പ്രമാണിച്ച് 60% ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട്. അതായത് വെറും 39 രൂപയ്ക്ക് 10,000-ഓളം പുസ്തകങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇന്ത്യ 60 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ മതി. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൂപ്പൺ കോഡും ഒക്കെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വായന ഇഷ്ടപ്പെടുന്നവരും വായിക്കാൻ സമയം ഇല്ലാത്തവരും ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ സമയങ്ങൾ വീഡിയോയിൽ കിടക്കും. വെൽക്കം ടു ഫിൽമി ടോക്സ്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഒരു വാക്യമാണ് ഇത്. ഒന്നുമില്ലെങ്കിലും ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ എവിടെയെങ്കിലും നമ്മൾ ഈ ഒരു വാചകം കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ വാചകം ഉള്ളത് ഏത് പുസ്തകത്തിലാണെന്ന് നിങ്ങൾക്കറിയാം? ബെന്യാമിന്റെ ആടുജീവിതം. ആടുജീവിതം എന്ന വരാനിരിക്കുന്ന സിനിമ അതേ പേരിലുള്ള നോവലിന്റെ സിനിമാ വേർഷൻ ആണെന്നുള്ള കാര്യം പോലും പലർക്കും അറിയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ അടുത്ത് നമ്മുടെ ഷസാം ബ്രോ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇത് പുസ്തകത്തിൽ നിന്നുണ്ടായ സിനിമയാണെന്ന് അറിയാതെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ പുള്ളി ചെയ്തതും എയറിലായതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. പൃഥ്വിരാജ് ആടായിട്ടാണ് ഈ സിനിമയിൽ ജീവിക്കുന്നത്. അല്ല, ആടിടയനായിട്ടല്ലേ? ആട്ടിടയൻ. യെസ്. അപ്പോൾ ആട്ടിടയിൽ നിന്നും ഒരു ആടിനെ, ആ ആടിന്റെ ജീവിതം. പിന്നീട് പുള്ളി തന്നെ പറഞ്ഞു, തന്നെ പോലെ എത്രയോ പേർക്ക് ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ട് എന്ന കാര്യം തന്നെ അറിയില്ല. എതിരെ നിൽക്കുന്നവന്റെ ഉള്ളെന്നറിയാൻ ശ്രമിച്ച എല്ലാരും പാവങ്ങളാ മോനെ. അതെന്തായാലും മലയാളത്തിലെ ഏറ്റവും ജനപ്രിയമായ പുസ്തകങ്ങളിൽ ഒന്നാണ് ആടുജീവിതം. നജീബ് എന്ന ചെറുപ്പക്കാരന്റെ പ്രവാസ ജീവിതമാണ് ബെന്യാമിൻ പുസ്തകമാക്കിയിരിക്കുന്നത്. ശരിക്കും പുസ്തകം വായിക്കുമ്പോൾ ഇതൊക്കെ റിയലായി ഒരാൾ അനുഭവിച്ചതാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ആകെ തരിച്ചിരുന്നു പോകുന്നത്. അത്രമേൽ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞ കഥയാണ് നജീബിന്റേത്. ഭ്രമരത്തിന്റെ തിരക്കഥ എഴുതിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് പ്രശസ്ത നോവലിസ്റ്റും മാധ്യമപ്രവർത്തകനും ഒക്കെയായ രവിവർമ്മ തമ്പുരാനെ ബ്ലസ്സി കാണുന്നത്. പണ്ടൊക്കെ സാഹിത്യത്തിൽ നിന്ന് ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ സാഹിത്യത്തിൽ നിന്നും നോവലുകളിൽ നിന്നും ഒക്കെ സിനിമകൾ ജനിക്കുന്നില്ല എന്നൊരു ചർച്ച അവർക്കിടയിൽ സംഭവിക്കുന്നു. ഒരുപക്ഷെ അത്തരത്തിൽ സിനിമാറ്റിക്കായ നോവലുകളൊന്നും ഇപ്പോ ഉണ്ടാവുന്നില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ നോവലുകളൊന്നും സിനിമയാവാത്തതെന്ന് ബ്ലസ്സിയും പറഞ്ഞു. ആടുജീവിതം എന്നൊരു പുസ്തകമുണ്ട്, ബ്ലസ്സി അതൊന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് രവിവർമ്മയാണ് ബ്ലസ്സിക്ക് ആടുജീവിതം പുസ്തകം അയച്ചു കൊടുക്കുന്നത്. പുസ്തകം വായിച്ചു തീർന്ന ഉടനെ ബ്ലസ്സി ബെന്യാമിനെ ഫോണിൽ വിളിക്കുന്നു. ബെന്യാമിനാണെങ്കിൽ ആൾറെഡി ആടുജീവിതം സിനിമയാക്കുന്നതിനെ പറ്റി സംവിധായകൻ ലാൽ ജോസുമായിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലസ്സി നേരെ ലാൽ ജോസിനെ വിളിക്കുന്നു. അങ്ങനെ ഒടുവില് കറങ്ങിത്തിരിഞ്ഞ് ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ആടുജീവിതം എന്ന സിനിമ ജനിക്കും. 2010 മറ്റോ ആണ് ബ്ലസ്സി ആടുജീവിതം സിനിമയാക്കുന്നു എന്ന തരത്തില് ആദ്യമായിട്ട് വാർത്തകൾ വരുന്നത്. ചിയാൻ വിക്രം ഉൾപ്പെടെ പലരെയും വെച്ച് ചർച്ചകൾ നടന്നു. ഒടുവിൽ 2011 പൃഥ്വിരാജ് സിനിമയിലേക്ക് വരുന്നത്. വലിയൊരു ക്യാൻവാസിൽ ചെയ്യേണ്ട കഥ ആയതുകൊണ്ട് തന്നെ ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ബെന്യാമിൻ ഒരു വരിയിൽ എഴുതി വെച്ചിരിക്കുന്ന പലതും 6-7 സീനുകളാക്കിയാലേ സിനിമയിൽ വർക്ക് ആവുകയുള്ളൂ. അങ്ങനെ നോവലിലുള്ള പലതും സ്കിപ്പ് ചെയ്തും ആഡ് ചെയ്തുമൊക്കെ 14 വർഷം കൊണ്ടാണ് ബ്ലസ്സി ആടുജീവിതം എന്ന സിനിമ പൂർത്തിയാക്കിയത്. എന്താല്ലേ, ഒരു സംവിധായകൻ തന്റെ സ്വപ്ന സിനിമയ്ക്ക് വേണ്ടി 14 വർഷം തുടർച്ചയായി ജോലി ചെയ്യുക. ഒരു നടൻ തന്റെ ആരോഗ്യം കളഞ്ഞ് ശരീരം ഒരുക്കി മെരുക്കി ആ സംവിധായകനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുക. കോവിഡ് ഉൾപ്പെടെയുള്ള ഒത്തിരി പ്രതിസന്ധികൾ കടന്നിട്ട് പടം ഏപ്രിലിൽ റിലീസ് ആവുകയാണ്. ബാക്കി നമുക്ക് കണ്ടറിയാം. കരിക്കാത്ത് ഉണ്ണിമേനോൻ എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു, സംവിധായകൻ പത്മരാജൻ. അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറും ജീവിത ശൈലിയും ഒക്കെ എടുത്ത് അല്പം ഭാവന കൂടി ചാലിച്ച് പത്മരാജൻ ഒരു നോവൽ എഴുതി, ഉദകപ്പോള. മലയാള നാടെന്ന വാരികയിലാണ് ഈ നോവൽ അക്കാലത്ത് പ്രസിദ്ധീകരിച്ചു വന്നത്. ഭരതനാണ് അന്ന് ഈ നോവലിന് വേണ്ടി ചിത്രങ്ങൾ വരച്ചത്. എന്തായാലും പിന്നീട് ഉദകപ്പോളയെ പത്മരാജൻ സിനിമയാക്കി. ആ സിനിമയാണ്
തൂവാനത്തുമ്പികൾ. നമ്മൾ സിനിമയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഡീപ്പാണ് നോവൽ. ഇത്തിരി ഡാർക്ക് ഐറ്റം. അതിനെ ഒന്ന് നേർപ്പിച്ച് ചില കഥാപാത്രങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ചില സന്ദർഭങ്ങളൊക്കെ എടുത്ത് മാറ്റിയൊക്കെയാണ് പത്മരാജൻ തൂവാനത്തുമ്പികളാക്കിയത്. പടം തിയേറ്ററിൽ വലിയ വിജയമൊന്നും ആയില്ലെങ്കിലും മലയാളത്തിലെ എണ്ണം പറഞ്ഞ ക്ലാസ് സിനിമകളിൽ ഒന്നായി ഇന്നും തുടരുന്നു ഈ പത്മരാജൻ ക്ലാസിക്. വീണ്ടും ഒരു പത്മരാജൻ കഥ തന്നെ പറയാം. പത്മരാജന്റെ ഓർമ്മ എന്ന ഒരു ചെറുകഥ, അതിനെ ആസ്പദമാക്കിയിട്ട് പത്മരാജനോടൊപ്പം ഒത്തിരി സിനിമകളിൽ സംവിധാന സഹായിയായി വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ബ്ലസ്സി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് തന്മാത്ര. ശരിക്കും ആദ്യം ഈ കഥ വായിക്കുമ്പോൾ തനിക്കിത് ഒരു സ്ക്രിപ്റ്റ് ആക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു ബ്ലസ്സിക്ക്. കാരണം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയ മെഡിക്കൽ ടേംസ് ഒക്കെ വരുന്ന ഒരു കഥയാണ്. പിന്നീട് കാഴ്ച എന്ന ആദ്യ സിനിമ എഴുതി സംവിധാനം ചെയ്ത ശേഷമാണ് ഓർമ്മ സ്ക്രിപ്റ്റ് ആക്കാമെന്നൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് വരുന്നതും അതിന്റെ എഴുത്തിലേക്ക് കടക്കുന്നതും. പത്മരാജൻ തന്നെ പണ്ട് ഇത് സിനിമയാക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എത്രത്തോളം അത് ശരിയാണെന്നറിയില്ല, കേട്ടറിവാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ശിഷ്യൻ തന്നെ ആ ചെറുകഥയ്ക്ക് മനോഹരമായ ദൃശ്യഭാഷ രചിച്ച് മലയാളികളെ ആകെ കരയിച്ചു. സിനിമ ഒത്തിരി ഇഷ്ടമായിട്ടും നമ്മളിൽ പലർക്കും റിപ്പീറ്റ് കാണാൻ തോന്നാത്തൊരു സിനിമയാണ്, അല്ലെങ്കിൽ കാണാൻ പറ്റാത്തൊരു സിനിമയാണ് തന്മാത്ര. കണ്ട് സഹിച്ചിരിക്കാൻ പറ്റാത്ത അത്ര മികച്ചതായാണ് ലാലേട്ടൻ രമേശൻ നായരായി മാറിയിരിക്കുന്നത് സ്ക്രീനിൽ. വല്ലാതെ നമ്മുടെ ഉള്ളുലയ്ക്കുന്ന, ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സിനിമ. ആ സിനിമയുടെ ബീജം പത്മരാജൻ എന്ന മഹാരഥന്റേതായിരുന്നു. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ബലാത്സംഗ കേസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു നോവൽ വന്നു. 1950കളുടെ അവസാനത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇത്. അക്കാലത്തെ ബ്രൂട്ടലായ കൊലപാതക കേസുകളിൽ ഒന്നാണ് മാണിക്യം എന്ന സ്ത്രീയുടേത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട മാണിക്യത്തെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ സംഭവത്തെ ആസ്പദമാക്കി അതിലിത്തിരി ഭാവനയൊക്കെ ചേർത്ത് ടി.പി. രാജീവൻ എഴുതിയ നോവലാണ് പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ. അതിന്റെ സിനിമാ വേർഷനാണ് 2009 സംവിധായകൻ രഞ്ജിത്ത് മമ്മൂക്കയെ നായകനാക്കി ചെയ്ത പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ. ഒരു നല്ല നോവൽ എടുത്ത് അതൊരു സിനിമയാക്കുമ്പോൾ അതിൽ വലിയൊരു റിസ്ക് എലമെന്റ് ഉണ്ട്. നോവലിനോട് ഒരിക്കലും ചേർന്ന് നിൽക്കാൻ സിനിമയ്ക്ക് ആവില്ല. എന്നാലും ആ നോവലിന്റെ ആത്മാവ് കളയാതെ സിനിമയാക്കാൻ രഞ്ജിത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഡിഫറന്റ് ആയ ഒരുപാട് സിനിമകൾ നമുക്ക് തന്ന ഡയറക്ടറാണ് രഞ്ജിത്ത്. അതിൽ തന്നെ ഏറ്റവും വൻ എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് പാലേരി മാണിക്യം. കുറെ വയലൻസും കുറച്ച് സെക്സ്വൽ സീനുമൊക്കെ ഉള്ളത് കൊണ്ട് അന്ന് സെൻസർ ബോർഡിന്റെ A സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയത് പാലേരി മാണിക്യത്തിൽ. പാലേരി മാണിക്യത്തിൽ മമ്മൂക്ക 3 ക്യാരക്ടേഴ്സിനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ മുരിക്കിൻകുന്നത്ത് അഹമ്മദ് ഹാജിയുടെ നെഗറ്റീവ് ക്യാരക്ടർ പുള്ളിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നാണ്. സിനിമ ഹിറ്റായി മാറുകയും സിനിമയിലെ പ്രകടനത്തിന് മമ്മൂക്കയ്ക്ക് മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ലഭിക്കുകയും ചെയ്തു. VJ ജെയിംസിന്റെ ഒരു ചെറുകഥയുണ്ട്, പ്രണയോപനിഷത്ത്. ആ ചെറുകഥയുടെ സിനിമാ വേർഷനായിരുന്നു മോഹൻലാൽ നായകനായി ജിബു ജേക്കബ് സംവിധാനം ചെയ്ത മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ. വെള്ളിമൂങ്ങയ്ക്ക് ശേഷം ജിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന പടം, അതും ലാലേട്ടന് വെച്ച്. പിന്നെ ദൃശ്യത്തിന് ശേഷം മോഹൻലാൽ മീന ജോഡി വീണ്ടും ഒന്നിക്കുന്നു. അങ്ങനെ ഒത്തിരി പ്രതീക്ഷകളുമായി തിയേറ്ററുകളിൽ എത്തിയ സിനിമയായിരുന്നു മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ. പ്രണയോപനിഷത്തിന്റേത് വളരെ ചെറിയൊരു പ്ലോട്ടാണ്. അതിനെ സിനിമയാക്കി വലുതാക്കി മാക്സിമം രസകരമായിട്ടൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫാമിലിയെ മുന്നിൽ കണ്ടുവന്ന പടം ഫാമിലീസിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയെങ്കിലും ലാലേട്ടൻ ഫാൻസിൽ പലർക്കും പടം അന്ന് അത്ര വർക്കായില്ല. എന്തായാലും ലാലേട്ടന്റെ പെർഫോമൻസ് നൈസ് ആയിരുന്നു ഈ പടത്തിൽ. കുറെ കാലത്തിന് ശേഷം പുള്ളി അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് കണ്ടൊരു പടം കൂടിയായിരുന്നു മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ. നമ്മുടെ കലാസംവിധായകൻ സാബു സിറിൻ ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു. വിദ്യാസാഗറാണ് സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾ ഒരുക്കുന്നത്. എന്നാൽ പിന്നീട് ഈ സിനിമ കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ നമ്മുടെ ക്യാമറമാനായ സന്തോഷ് ശിവന്റെ കൈകളിൽ എത്തുകയും പുള്ളി ഇത് സംവിധാനം ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്യും. ഈ സിനിമയ്ക്ക് MG രാധാകൃഷ്ണൻ തന്നെ സംഗീതം ഒരുക്കണമെന്ന് സന്തോഷ് ശിവൻ നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ വിദ്യാജി മാറി MG രാധാകൃഷ്ണൻ വരുന്നു. ഏതായാലും പാട്ടുകളൊക്കെ വൻ ഹിറ്റായി എന്ന് മാത്രമല്ല, ആ വർഷത്തെ മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും MG രാധാകൃഷ്ണനെ തേടിയെത്തി. 2005 സന്തോഷ് ശിവന്റെ സംവിധാനത്തിൽ വന്ന പൃഥ്വിരാജ് ചിത്രം അനന്തഭദ്രം. സിനിമയിലെ നായകൻ പൃഥ്വി ആയിരുന്നെങ്കിലും കയ്യടി മുഴുവൻ നേടിയത് ദിഗംബരനായിരുന്നു. സുനിൽ പരമേശ്വരൻ എഴുതിയ അനന്തഭദ്രം എന്ന ഫാന്റസി നോവലിനെ ബേസ് ചെയ്തിട്ടാണ് അനന്തഭദ്രം എന്ന സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഈ നോവൽ വായിച്ചിട്ടില്ല, കാരണം ഹൊറർ വന്ന് എനിക്ക് ഭയം. എന്നാലും വായിച്ചിട്ടുള്ളവരോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പടം കണ്ടിട്ട് നോവൽ വായിച്ചു കഴിഞ്ഞാൽ പടത്തിനോടുള്ള ഇഷ്ടം പോകുമെന്നാണ്. കാരണം പടത്തിൽ ഒന്നുമില്ല എന്ന് തോന്നിപ്പോകും. സുനിൽ പരമേശ്വരൻ എഴുതിയ നോവലില് ശിവറാമാണ് നായകൻ, അതായത് സിനിമയിൽ ബിജു മേനോൻ അവതരിപ്പിച്ച കഥാപാത്രം. 1000 സൂര്യന്റെ പവറുമായി വരുന്ന ശിവറാമിനെ പക്ഷെ ദിഗംബരൻ പൂ പറിക്കുന്ന ലാഘവത്തോടെ അങ്ങ് തീർത്ത് കളയും. പിന്നെ ഭദ്ര ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതും അവിടുന്ന് ദിഗംബരന്റെ നാശം തുടങ്ങുന്നതും ഒക്കെയാണ് നോവലിൽ എന്നാണ് കേട്ടിട്ടുള്ളത്. സിനിമയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നോവലിൽ നിന്ന് കഥാപാത്രങ്ങളെയും കഥാപരിസരവും എടുത്തിട്ട് സിനിമാറ്റിക്കായി മാറ്റിയെടുത്ത സിനിമയായിരുന്നു അനന്തഭദ്രൻ. മികച്ച ഛായാഗ്രഹകനുള്ള പുരസ്കാരം സന്തോഷ് ശിവനും, മേക്കപ്പിന് പട്ടണം റഷീദിനും, ആർട്ടിന് സുനിൽ ബാബുവിനും, എഡിറ്റിംഗിന് ശ്രീകർ പ്രസാദിനും കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തു അനന്തഭദ്രൻ. അങ്ങനെ മൊത്തം 5 സംസ്ഥാന പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് അനന്തഭദ്രൻ. എന്തായാലും
എന്റെ എക്കാലത്തെയും ഫേവറേറ്റ് സിനിമകളിലൊന്നാണ് അനന്തപദ്മം. നിന്നോട് ഞാൻ ചോദിച്ചോടാ കുഞ്ഞിരാമ. പിന്നെ ശരിക്കും എല്ലാവരും മനോജ് കെ ജയന്റെ പെർഫോമൻസിനെ മാത്രം ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അണ്ടർ റേറ്റഡ് ആയി പോയൊരു പെർഫോമൻസ് ആണ് ഈ സിനിമയിലെ പൃഥ്വിരാജിന്റെ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ദിഗംബരൻ ആവേശിച്ച അനന്തനായി ഒരു 10-15 മിനിറ്റ് പൃഥ്വിയുടെ ഗംഭീരം എന്ന് പറഞ്ഞാൽ കിഡു പെർഫോമൻസ് ആണ് സിനിമയിലുള്ളത്. പക്ഷെ അതൊന്നും അങ്ങനെ അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പുതിയ കാലത്ത് സിനിമാറ്റിക് നോവലുകൾ എഴുതി വായനക്കാരെ ത്രില്ലടിപ്പിക്കുന്ന ഒരു എഴുത്തുകാരനാണ് GR ഇന്ദുഗോപൻ. പുള്ളിയുടെ ഏറ്റവും മികച്ച എഴുത്തുകളിൽ 2 എണ്ണം ഈ അടുത്ത് തന്നെ സിനിമയായി. ഒരെണ്ണം സിനിമ ആയിക്കൊണ്ടിരിക്കുന്നു, വേറെ ചിലതൊക്കെ പണ്ട് സിനിമയായിട്ടുണ്ട്, ചിലത് ഇനി വരാനിരിക്കുന്നു. അതില് ആദ്യത്തേത് അമ്മിണിപ്പിള്ള വെട്ടുകേസ്. ഇന്ദുഗോപന്റെ ഈ കഥയാണ് പിന്നീട് ഒരു തെക്കൻ തല്ലുകേസ് എന്ന പേരിൽ സിനിമയായത്. ശ്രീജിത്ത് സംവിധാനം ചെയ്ത സിനിമയിൽ അമ്മിണിപ്പിള്ളയായി എത്തിയത് ബിജു മേനോനായിരുന്നു. പത്മപ്രിയയുടെ ഗംഭീര പെർഫോമൻസ് കണ്ട സിനിമ പക്ഷേ തിയേറ്ററുകളിൽ വലിയ വിജയമൊന്നും ആയില്ല. മൊത്തത്തിൽ ആവറേജ് അഭിപ്രായമായിരുന്നു സിനിമയ്ക്ക്. എനിക്കും കണ്ടപ്പോൾ ഒരു ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾ കമന്റിൽ പറയുക. രണ്ടാമത്തെ ഇന്ദുഗോപൻ കഥ ശംഖുമുഖി. ശംഖുമുഖി സിനിമയായത് കാപ്പ എന്ന പേരിലായിരുന്നു. ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ നിർമ്മിച്ച് ക്യാമറമാനും സംവിധായകനുമായ വേണു സംവിധാനം ചെയ്യാനിരുന്ന സിനിമയായിരുന്നു കാപ്പ. അന്ന് പൃഥ്വിരാജും മഞ്ജു വാര്യറുമായിരുന്നു സിനിമയിലെ നായികന്മാർ. പിന്നീട് വേണു മാറി ഷാജി കൈലാസ് വന്നു, മഞ്ജു മാറി അപർണ ബാലമുരളി വന്നു. പിന്നെ നടന്നത് ചരിത്രം. നമുക്ക് കാണാം. കാണാം. എന്തായാലും കാപ്പ ആ ഒരു ക്ലൈമാക്സ് പോർഷൻ ഒഴിച്ചു നിർത്തിയാൽ കണ്ടിരിക്കാവുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയ സംഭവം പടമൊന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ അത് കമന്റിൽ പറയാം. ഇനി സിനിമയായിക്കൊണ്ടിരിക്കുന്ന ഇന്ദുഗോപൻ കഥ വിലായത്ത് ബുദ്ധ. സച്ചി സംവിധാനം ചെയ്യാനിരുന്ന ഈ സിനിമ ഇപ്പോൾ സംവിധാനം ചെയ്യുന്നത് സച്ചിയുടെ അസോസിയേറ്റ് ആയിരുന്ന ജയൻ നമ്പ്യാരാണ്. ഈ സിനിമയുടെ ഷൂട്ടിനിടയിലാണ് പൃഥ്വി ഇടയ്ക്ക് ബസ്സിൽ നിന്ന് വീണിട്ട് കാലിന് പരിക്ക് പറ്റി 3 മാസം റെസ്റ്റ് ഒക്കെ എടുത്തില്ല. അത് ഈ പടത്തിന്റെ ഷൂട്ടിനിടയിലാണ്. എന്തായാലും പടം വരട്ടെ. ഇനിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഥ പറയാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന ചെറുകഥയെ ആസ്പദമാക്കി 1966 നിർമ്മിച്ച സിനിമയായിരുന്നു ഭാർഗവീ നിലയം. അത് പറയുമ്പോ എനിക്കൊരു കുളിര് വരും. മലയാളത്തിലെ ഏറ്റവും മികച്ച ഹൊറർ സിനിമകളിൽ ഒന്ന് എന്ന് ഇന്നും പറയാവുന്ന ഒരു സിനിമ. എ വിൻസെന്റ് സംവിധാനം ചെയ്ത ഈ സിനിമ ആ സമയത്തെ ഒരു വമ്പൻ ഹിറ്റ് തന്നെയായിരുന്നു. ഇനി അതിന്റെ കളർ വെർഷൻ. ഈയിടെ ആഷിഖ് കപൂർ ടൊവിനോയെ നായകനാക്കി നീലവെളിച്ചം എന്ന പേരിൽ തന്നെ ഈ ചെറുകഥ സിനിമയാക്കി മാറ്റിയിരുന്നു. പക്ഷെ സിനിമ വേണ്ടത്ര ശ്രദ്ധ നേടിയില്ല. തിയേറ്ററുകളിൽ വൻ പരാജയം ഏറ്റുവാങ്ങി. വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ എഴുതിയ മതിലുകളാണ് പിന്നീട് അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂക്കയെ നായകനാക്കി മതിലുകൾ എന്ന സിനിമയാക്കുന്നത്. അത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും അല്ലെ. 1964 കൗമുദി ആഴ്ചപ്പതിപ്പിന്റെ ഓണം സ്പെഷ്യൽ എഡിഷനിലാണ് മതിലുകൾ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. ബഷീറിന്റെ മറ്റു പല എഴുത്തുകൾ പോലെ ഇതിലും ബഷീർ തന്നെയാണ് നായകൻ. 1989 അടൂർ ഗോപാലകൃഷ്ണൻ മതിലുകൾ സിനിമയാക്കുന്നത്. മമ്മൂക്കയുടെ ഒരു 1 മാൻ ഷോ എന്നൊക്കെ പറയാം സിനിമ. ഗംഭീരം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകുന്ന ലെവൽ പെർഫോമൻസ്. ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടി മതിലുകളിലൂടെ സ്വന്തമാക്കി. ഒപ്പം വടക്കൻ വീരഗാഥയും ഉണ്ടായിരുന്നു. ശബ്ദം കൊണ്ട് മാത്രം നാരായണിയായി മാറി. ശബ്ദത്തിൽ ഇമോഷൻസ് കൊണ്ടുവന്ന് നമ്മളെ ഞെട്ടിച്ച KPSC ലളിത ചേച്ചിയാണ് എടുത്തു പറയേണ്ട മറ്റൊരു പേര്. അടൂർ ഗോപാലകൃഷ്ണന് മികച്ച സംവിധായകനും N ഹരികുമാറിന് മികച്ച ശബ്ദ ലേഖകനുമുള്ള ദേശീയ പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത മതിലുകൾ മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരവും സ്വന്തമാക്കി മലയാള സിനിമയുടെ അഭിമാനമായി മാറി. കുരുമുളകിനും റബ്ബറിനും തെങ്ങിനും കൊക്കോയ്ക്കുമൊപ്പം അല്ലലില്ലാതെ ജീവിക്കുന്ന അസൽ നസ്രാണിയായ ജോയിയുടെ ജീവിതത്തിലേക്ക് അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 2 പേർ കടന്നു വരുന്നു. കാമുകി കാമുകന്മാർ. അങ്ങനെ ഒരു കൂട്ടത്തെ അയാൾ ആദ്യമായിട്ട് കാണുകയാണ്. രാത്രിയും പകലും ഒക്കെ ഒരുപോലെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവരാണ് ഈ കാമുകി കാമുകന്മാരെന്നാണ് അയാളുടെ വിചാരം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കാമുകി കാമുകന്മാരുടെ പ്രണയത്തിന്റെ സംരക്ഷണം ജോയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നു. ചിരിയും സസ്പെൻസും നിറഞ്ഞതായിരുന്നു പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം. തികച്ചും നവ്യമായ അനുഭൂതി തലത്തിലേക്ക് വായനക്കാരെ ആകർഷിക്കുന്ന നോവൽ. ഇതാണ് സക്കറിയ എഴുതിയ പ്രൈസ് ദ ലോർഡ് എന്ന നോവലിന്റെ ഡിസ്ക്രിപ്ഷൻ സമ്മറി ആയിട്ട് DC ബുക്സിന്റെ സൈറ്റിൽ കണ്ടത്. ഈ നോവൽ സിനിമയാക്കിയതാണ് ഇതേ പേരിൽ തന്നെ മമ്മൂക്ക നായകനായി എത്തിയ പ്രൈസ് ദ ലോർഡ്. 12 വർഷത്തോളം അസിസ്റ്റന്റ് ഡയറക്ടറായും അസോസിയേറ്റ് ഡയറക്ടറായും ഒക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഷിബു ഗംഗാധരനായിരുന്നു സിനിമ സംവിധാനം ചെയ്തത്. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം. സംഭവം നോവൽ വായിക്കുമ്പോൾ രസമാണെങ്കിലും സിനിമയായി വന്നപ്പോൾ വലിയ രസം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ സിനിമ തിയേറ്ററുകളിൽ ഒരു പരാജയമായി മാറി. 1956 മലയാളത്തിന്റെ മഹാനായ കഥാകാരൻ തകഴി ശിവശങ്കരപിള്ള ഒരു നോവൽ എഴുതി, ചെമ്മീൻ. ആ നോവലാണ് പിന്നീട് 1965 ചെമ്മീൻ എന്ന സിനിമയായി മാറുന്നത്. ഇന്നും മലയാളികളുടെ പോപ്പ് കൾച്ചറിൽ നിറഞ്ഞു നിൽക്കുന്ന പരീക്കുട്ടിയും കറുത്തമ്മയും ഒക്കെ ഒരു പുസ്തകത്തിൽ നിന്നാണ് സിനിമയിലേക്ക് വന്നത്. SL പുരം സദാനന്ദന്റെ തിരക്കഥ, രാമു കാര്യാട്ട് എന്ന പ്രതിഭാധനനായ സംവിധായകൻ, സലിൽ ചൗധരി ഒരുക്കിയ എവർഗ്രീൻ പാട്ടുകൾ, സത്യൻ മാഷിന്റെയും മധുസാറിന്റെയും കൊട്ടാരക്കരയുടെയും ഷീലയുടെയും ഒക്കെ ഗംഭീര പ്രകടനങ്ങൾ, എല്ലാം കൊണ്ടും മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ചൊരു മാസ്റ്റർ പീസ് തന്നെയായിരുന്നു ചെമ്മീൻ. 1965 രാജ്യത്തെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ കമലം സ്വന്തമാക്കി രാമു കാര്യാട്ടിന്റെ ചെമ്മീൻ. മലയാളത്തിൽ ആദ്യമായി എന്ന് മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി സുവർണ കമലം സ്വന്തമാക്കിയ ചിത്രം. വയലാർ എഴുതി സലിൽ ചൗധരി ഈണമിട്ട ഗാനങ്ങൾ
അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും നമ്മൾ മലയാളികൾ ഏറ്റുപാടി നടക്കുന്ന ഗാനങ്ങൾ. മാനസമൈനേയും കടലിനക്കരെ പോണവര്, ഇതൊക്കെ കേൾക്കാത്ത പാടി നടക്കാത്ത മലയാളികൾ തന്നെ ഉണ്ടാവില്ല. മേക്കിംഗ് കൊണ്ടും അക്കാലത്ത് ഞെട്ടിച്ചൊരു സിനിമയായിരുന്നു ചെമ്മീൻ. ഈസ്റ്റ്മാൻ കളറിൽ പുറത്തിറങ്ങിയ ആദ്യ മലയാള ചിത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ചെമ്മീൻ. തകഴിയുടെ തന്നെ മറ്റൊരു സിനിമാ കഥയുണ്ട്, ചുക്ക്. തകഴിയുടെ ചുക്ക് എന്ന കഥയെ തോപ്പിൽ ഭാസിയുടെ രചനയിൽ KS സേതുമാധവൻ സംവിധാനം ചെയ്ത് 1973 ചുക്ക് എന്ന പേരിൽ തന്നെ സിനിമയാക്കി. മധുസാർ ആയിരുന്നു അന്ന് ആ സിനിമയിലെ നായകൻ. സിനിമ അത്യാവശ്യം വിജയമായിരുന്നു. ഇനി സ്വല്പം ഇന്റർനാഷണലിലേക്ക് കടക്കാം. വില്യം ഷേക്സ്പിയറിന്റെ പല നാടകങ്ങളും ലോകത്തിലെ പല ഭാഷകളിലും പിന്നീട് സിനിമയാക്കിയിട്ടുണ്ട്. മലയാളത്തിലും ഉണ്ടായിട്ടുണ്ട് ഷേക്സ്പിയർ ഇൻസ്പയർഡ് സിനിമകൾ. 1603 അദ്ദേഹം ചെയ്ത ലോകപ്രശസ്തമായ ഒഥല്ലോ എന്ന നാടകം പിന്നീട് പുസ്തകമായി ഇറങ്ങി ലോകത്താകമാനം ഒത്തിരി ആരാധകരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട്, അതായത് ആ ബേസിക് സ്ട്രക്ചർ എടുത്തിട്ട് കേരളത്തിൽ പ്ലേസ് ചെയ്ത് ജയരാജ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു കളിയാട്ടം. സുരേഷ് ഗോപിയുടെയും മഞ്ജു വാര്യരുടെയും ലാലിന്റെയും ഒക്കെ അതിഗംഭീര പ്രകടനങ്ങൾ. സുരേഷ് ഏട്ടനെ ആ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു ഷേക്സ്പിയറിന്റെ ഒഥല്ലോ അഥവാ ജയരാജിന്റെ കളിയാട്ടം. അപ്പോ ഇതൊക്കെയാണ് മലയാളത്തിൽ സിനിമയായി മാറിയിട്ടുള്ള ചില സാഹിത്യങ്ങൾ, നോവലുകൾ, കഥകൾ, ചെറുകഥകൾ, നാടകങ്ങൾ, ഇതൊക്കെ. അപ്പൊ ഇതല്ലാതെ വേറെയും ചില സിനിമകളുണ്ട്, അതായത് ലിസ്റ്റിലുണ്ട്. എല്ലാം കൂടെ പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് കൂട്ടിട്ടാന്ന് വിചാരിച്ചു. നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുക. നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് പറയുക. വേണമെങ്കിൽ സെക്കൻഡ് പാർട്ട് ചെയ്യാം. അതിനുള്ള സാധനം കണ്ടന്റ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും കമന്റ് പറയുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കൂടി വീണ്ടും വരാം. ഓക്കെ, ബൈ.